ആരോ ഒരാൾ അരുതാത്ത ഒരു പ്രവൃത്തി ചെയ്തു. 10 പേരോടും ആവർത്തിച്ചു ചോദിച്ചിട്ടും ആരും കുറ്റം സമ്മതിക്കണില്ല. അന്ന് വൈകുന്നേരം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് പെസഹായിൽ ക്രിസ്തു ചെയ്തതുപോലെ ഈ 10 പേരുടെയും പാദങ്ങൾ കഴുകി ചുംബിക്കുകയാണ്. അതിൽ പങ്കാളികളായവര് പിന്നീട് പങ്കുവെച്ചത് ഒരു കുറിപ്പിൽ വായിച്ചപ്പം അല്ലാത്ത അത്ഭുതം തോന്നി. ചെയ്യാത്ത അപരാധത്തിന് വേണ്ടിയിട്ട് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്ന ഗുരുവിന്റെ മുമ്പിൽ പിറ്റേന്ന് സത്യം വിളിച്ചു പറയാൻ കഴിയാത്ത വിധം, അന്ന് ഉറങ്ങാൻ കഴിയാത്ത വിധം ആ ജീവിതങ്ങൾ മാറിയ കഥ പറയുകയാണ്. സ്തെഫാനോസിന്റെ കഥ വായിച്ചാൽ അപ്പോസ്തല പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റും. കല്ലെറിയുന്നവനോട് പോലും അവന്റെ മേൽ പോലും ഇത്തരം അപരാധങ്ങളൊന്നും ചാർത്തരുതേ തമ്പുരാനെ എന്ന് തമ്പുരാനോട് ഏറുകൊണ്ട് ചോരവാർന്ന് മരിക്കാൻ കിടക്കുമ്പോഴും പിടയുമ്പോഴും ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു. മാലാഖയുടെ മുഖമൊക്കെയായി ഒടുവിൽ മാറുന്നുവെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ശത്രുവിന്റെ ശിരസില് തീക്കനൽ കൂട്ടുന്ന കാലത്തിന്റെ പേര് നോമ്പുകാലം എന്നാണെങ്കിൽ, ആ പ്രവൃത്തിയിൽ ഞാനും നിങ്ങളും പങ്കാളികളാകുമ്പോൾ ഈ നോമ്പ് നമ്മുടെ ശത്രുതയുടെ ഇടങ്ങളെയൊക്കെ, മതിലുകളെ തകർത്ത് സ്നേഹത്തിന്റെ ആഴമുള്ള ബന്ധങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ പര്യാപ്തമാകും. കൃപയ്ക്കായി ആഗ്രഹിക്കാം.